തുടങ്ങല്ലേ അപ്പോൾ നമുക്ക് ഓക്കെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചെന്താ, ഏത് തരം കൺവേർഷനൊക്കെ പഠിച്ചു നമ്മൾ പറയ്? ഹെക്സാഡെസിമൽ ടു ബൈനറി, ഒക്ടാൽ ടു ബൈനറി അല്ലേ. പിന്നെ അതിൻ്റെ വൈസ് വേഴ്സ, ബൈനറി ടു ഒക്ടാലും ബൈനറി ടു ഹെക്സാഡെസിമലും പഠിച്ചു. പിന്നെ നമ്മൾ നേരിട്ട് ഒരു കൺവേർഷൻ പഠിച്ചില്ലേ, പിന്നെ ഹെക്സാഡെസിമൽ ടു ഒക്ടാൽ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചു. ആദ്യം ഒരു ഇൻ്റർമീഡിയറ്റ് ബൈനറി കൊണ്ടുവന്നിട്ട് അതിൻ്റെ പിന്നെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റും, ഒക്ടാലോ ഹെക്സാഡെസിമലോ ആക്കിയിട്ട് മാറ്റും. ഓക്കെ. ഇനി നമ്മൾ ഒരു പുതിയ സാധനം പഠിക്കാൻ പോവാണ് കേട്ടോ. പുതിയ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ കാണാത്ത സാധനം. ഡെസിമൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിതിൽ 0 തൊട്ടിട്ട് 9 വരെ ഡിജിറ്റ്സ് ഉള്ള അങ്ങനെയുള്ള നമ്പറിനെയാണ് എന്ത് പറയുക, ഡെസിമൽ എന്ന് പറയുക കേട്ടോ. ഓക്കെ. ഇനി അത് കൂടാതെ നമ്മൾ സാധാരണ ഇപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടാതെ നമ്മൾ സാധാരണ മാത്സിൽ പറയില്ലേ ഡെസിമൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ, അങ്ങനെ അതിനെന്താ അർത്ഥം? പോയിൻ്റുള്ള നമ്പർ എന്നൊരു അർത്ഥം കേട്ടിട്ടുണ്ട് നിങ്ങൾ അല്ലേ? പോയിൻ്റുള്ള നമ്പറിന് ഡെസിമൽ നമ്പേഴ്സ്, ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നുണ്ട്. അതിനെ എന്താ പറയുക, ഫ്രാക്ഷണൽ നമ്പേഴ്സ് എന്ന്. അപ്പോൾ നമ്മൾ അത്തരത്തിലുള്ള ഫ്രാക്ഷണൽ നമ്പേഴ്സിനെ മാറ്റാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇതുവരെയായിട്ട്? പഠിച്ചിട്ടുണ്ടോ? ഇല്ല. നോക്കിക്കാം കേട്ടോ. ഇത് ഡെസിമലിൽ നിന്ന് മാറ്റലല്ലേ. ഡെസിമലിൽ നിന്ന് മാറ്റെങ്കിൽ എന്താ ചെയ്യേണ്ട, നമുക്ക് ഡിവൈഡ് ചെയ്യണം. ശരിയല്ലേ? നീ ആ കന്തം മുട്ട പോലെ ഇരിക്കുന്നത് ഒന്ന് ഉഷാറായിട്ടിരിക്കേ. ഈ കുത്തില്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യായിരുന്നു ഇല്ലേ? എങ്ങനെ ചെയ്യാം നമ്മൾ? ഈ 1525 രണ്ടോണ്ട് ഇങ്ങനെ അരിച്ചിങ്ങനെ പോവും അല്ലേ? പക്ഷെ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ പോയിന്റ് വന്നിട്ടുള്ളതിനെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് നോക്കണ്ടി. നോക്കാം നമുക്ക്. ഡെസിമൽ പോയിന്റ് നമ്പറിനെ എങ്ങനെ ബൈനറി ആക്കുന്നതാണ് ചെയ്യണത് കേട്ടോ. ഈ നമ്പറിന് 2 പാർട്ട് ഉണ്ട്. ഒന്ന് ഡെസിമൽ പാർട്ട് ഉണ്ട്, 2 ഇതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് ഉണ്ട്. അങ്ങനെ ഒന്നും ചിന്തിക്കാൻ കേട്ടോ. ഈ പോയിന്റ് ഉള്ളതിനെ വെച്ചിട്ട് 2 കഷ്ണാക്കുക. ഇതല്ലേ നമ്മൾ ശരിക്കുള്ള റിയൽ നമ്പർ അല്ലേ? ഇതാണ് പോയിന്റിൻ്റെ അപ്പുറത്തുള്ള കുഞ്ഞ് നമ്പർ. ഒരുത്തന് കിട്ടിയ മാർക്കാണ്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 8.5 എഴുതാൻ പറ്റും. ശരിയല്ലേ? ഇതിനെ 8.5 എഴുതിക്കൂടെ നമുക്ക്? ഓക്കെ. അപ്പോൾ ദീപാകണ്ടല്ല, ഇതല്ല നമ്മുടെ മെയിൻ മാർക്ക് അല്ലേ? ഈ മെയിൻ മാർക്കിനെ നമ്മൾ എടുക്കും. എടുത്തിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, ഡെസിമലിൽ നിന്ന് ബൈനറിക്കല്ല മാറ്റേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഡിവൈഡ് ചെയ്യണം കേട്ടോ. 15 നമ്മൾ എടുത്തു, ഡിവൈഡ് ചെയ്തു. എത്ര കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 15 2 എത്ര പ്രാവശ്യം പോവും? 7 പ്രാവശ്യം. ശിഷ്ടണ്ട. ഇവിടെ എത്ര വരും? ഇവിടെയോ? ശരിയല്ലേ? തെറ്റിയാ? തെറ്റിണ്ടാ? 15 2 7 പ്രാവശ്യം പോവും, ശിഷ്ടം 1. 7 2 3 പ്രാവശ്യം പോവും, ശിഷ്ടം 1. 3 2 1 പ്രാവശ്യം പോവും, ശിഷ്ടം 1. അപ്പോൾ എത്ര കിട്ടി നമുക്ക്? 11 കിട്ടി. ഇതേതിൻ്റെ വാല്യൂ ആണ്? ഈ 15 എന്നുള്ളതിൻ്റെ മാത്രം വാല്യൂ ആണ് ഇത്. അപ്പോൾ നമുക്കിവിടെ അരയും കൂടി ഇല്ലേ നമുക്കിവിടെ ഇല്ലേ? അപ്പോൾ ബാക്കി ഒരു ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലേ, അതിൻ്റെത് കൊണ്ട് കണ്ടുപിടിച്ചാലേ നമുക്ക് ഇതിൻ്റെ മൊത്തത്തിലുള്ളത് കിട്ടുള്ളൂ അല്ലേ? അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ അല്ല, ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേട്ടോ. അതുവരെയുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആ പോയിന്റുള്ള നമ്പറിനടുത്ത് ഇങ്ങോട്ട് എഴുതി. എന്നിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യണം. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്? ഡിവൈഡ് ചെയ്തു. ഈ പോയിന്റിന് ഇപ്പുറമുള്ള നമ്പറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്യണം, അപ്പുറമുള്ള നമ്പറിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻറ്റു ചെയ്യണം. എത്ര കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്? നമ്മൾ എത്രയ്ക്കാണ് മാറ്റണത്? ബൈനറിക്കാണ് മാറ്റണത്. അപ്പോൾ നമ്മൾ 2 കൊണ്ടല്ലേ ഡിവൈഡ് ചെയ്തത്.
അപ്പോൾ ഇവിടെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്യണം? 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 0.25 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര അർത്ഥം? ഗുണിച്ച് നോക്കണട്ടാ. 0.25 ഇൻറ്റു 2, 2 5 10, ബാക്കി 1, 2 2 4, 4 1 5. പോയിന്റിന് ഇപ്പോൾ 2 സംഖ്യ ഉണ്ട്. അപ്പോൾ 0.50 കിട്ടിയാ? അപ്പോൾ അതിൻ്റെ ഉത്തരം എത്ര കിട്ടിയത്? 0.50. ഓക്കെ. അപ്പോൾ ഇയാളുണ്ടല്ലോ, ഇയാളെ ഇങ്ങോട്ട് മാറ്റി നിർത്താം. എന്നിട്ട് അടുത്ത ആളുണ്ടല്ലോ, ഇയാളെ ഇങ്ങോട്ട് കൊണ്ടുവരാം. 0.50. മനസ്സിലായോ പറഞ്ഞത്? ഇല്ല, ഒന്നും കൂടെ നോക്കിക്കാം. ഈ ഫ്രാക്ഷണൽ നമ്പറിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണത്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആ നമ്പറിനെ എടുത്ത് എഴുതുക. പിന്നെ ഏതിലേക്കാണ് മാറ്റേണ്ടത്? ഇപ്പോൾ ബൈനറിക്കാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇപ്പോൾ 0.25 ഇൻറ്റു 2, ഉത്തരം എത്ര കിട്ടിയത്? 0.50 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ അതിൻ്റെ ഡെസിമൽ പാർട്ടിനെ, അല്ലെങ്കിൽ അതിന് പോയിന്റിൻ്റെ ഇപ്പുറമുള്ള നമ്പറിനെ മാറ്റി എഴുതി, അപ്പുറമുള്ള നമ്പറിനെ അടിയിലേക്ക് എടുത്ത് എഴുതി. എന്നിട്ട് അതിനെ ഇൻറ്റു ചെയ്യുക. എത്ര കിട്ടുക? 0.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ എത്ര ഉത്തരം കിട്ടുക? എത്ര കിട്ടുക? 1 അല്ലേ കിട്ടുക? 1.0 എന്ന് കിട്ടി. ഇതല്ല ഡെസിമൽ പാർട്ട്. അതിനെടുത്തിട്ട് അപ്പുറത്തേക്ക് നിർത്തുക. അതായത് ഇവിടെ എപ്പോഴാണോ 1 വരുന്നത് അതുവരെ നമ്മൾ ചെയ്യണം. 1 വരുന്നത് മാത്രം പോരാ, പോയിന്റിൻ്റെ അപ്പുറം 0 വരുന്നത് വരെ ചെയ്യണം. നിങ്ങൾ മുഖം കണ്ടിട്ട് എനിക്ക് ആ സങ്കടമായിട്ട് പാടില്ല. ഇവിടെ 15 നമ്മൾ മാറ്റുന്നത് മനസ്സിലായില്ലേ ഇപ്പോൾ നിങ്ങൾക്ക്? ഓക്കെ. അടുത്തത് നമ്മൾ ഏതിനെ കണ്ടുപിടിക്കാൻ പോകുന്നറിയോ? പോയിന്റിന് ശേഷമുള്ള ഇക്വലൻ്റ് ആയിട്ടുള്ള ബൈനറി കണ്ടുപിടിക്കാൻ പോവാണ്. ആദ്യം ഞാൻ ആ പോയിന്റിന് ശേഷമുള്ള നമ്പർ എടുത്ത് ഇങ്ങോട്ട് മാറ്റി എഴുതിയതാ 0.25. ആദ്യം ചെയ്യേണ്ടത് ഇതിനെ മാറ്റി എഴുതി. എന്നിട്ട് ചെയ്യേണ്ടത് ഇതിനെ എത്ര കൊണ്ട് ഗുണിക്കണം? 2 കൊണ്ട് ഗുണിക്കണം. ഇനി ഈ 2 കൊണ്ട് ഗുണിച്ചിട്ട് നമുക്കൊരു നമ്പർ കിട്ടും. ആ നമ്പറിൻ്റെ പോയിന്റിന് ഇപ്പുറമുള്ള നമ്പർ മാറ്റിയിട്ട് അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. എവിടേക്കെങ്കിലും എടുത്ത് മാറ്റിയിരിക്കുമോ? എന്നിട്ട് പോയിന്റിന് ശേഷമുള്ള നമ്പർ ഉണ്ടല്ലോ അതെടുത്ത് അടിയിക്ക് എഴുതുക. അങ്ങനെ ഗുണിച്ച് 2 കൊണ്ട് ഗുണിച്ച് പോകണം. എത്ര വരെ? പോയിന്റിൻ്റെ അപ്പുറം ഫുള്ള് 0 കിട്ടണ വരെ എന്ത് ചെയ്യണം? ഗുണിച്ച് പോകണം. നോക്കാം, നമുക്ക് പോയിന്റിൻ്റെ അപ്പുറം ഫുള്ള് 0 കിട്ടും നോക്കാം. ഗുണിക്കറ 0.25 ഇൻറ്റു 2 എത്ര കിട്ടും? 0.50 എഴുതിക്കോ. ഈക്വൽ ഇട്ടിട്ട് 0. വന്നാ പോയിന്റിനപ്പുറം ഫുള്ള് 0 വന്നാ ഇല്ല. അപ്പം എന്ത് ചെയ്തു? ഈ 0-ത്തിൻ്റെ അടുത്ത് മാറ്റിയതേ മാറ്റി എന്നിട്ട് ഈ പോയിന്റിൻ്റെ അപ്പുറം സംഖ്യനെ അടിക്ക് എടുത്ത് എഴുതി 0.50. ഏതെത്ര? പിന്നെയും ഗുണിക്കുക ഇൻറ്റു 2. ഇപ്പം എത്ര കിട്ടി? 1.0. ഏത് നോക്കിയാൽ നമ്മൾ പറഞ്ഞ കണ്ടീഷൻ എത്തിയില്ലേ? പോയിന്റിനപ്പുറം 0 ആയില്ലേ? ഇല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഈ 1-നപ്പുറത്ത് എഴുത്. ഓക്കെ. ഇനി എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയോ? അപ്പോൾ ഇവൻ ചെയ്താലും മനസ്സിലാവണം അല്ലേ? നിങ്ങൾക്ക് ശരിയാക്കി തരാം. നമ്മൾ ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മൾ അടിയിന്ന് മോളിക്കല്ലേ നമ്മൾ എടുത്തത് അല്ലേ? ഇൻറ്റു ചെയ്യുമ്പോൾ മോളിന്ന് അടിയിക്ക് എടുക്കണം. ഇത് ചെയ്തപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 11 കിട്ടി ഇല്ലേ? അപ്പോൾ ഇതിൻ്റെ ഉത്തരം എത്രയാണെന്ന് അറിയോ മക്കളെ? 11 ഇടാം നമ്മൾ. എന്നിട്ട് നമുക്ക് എങ്ങനെ കിട്ടിയില്ലേ? 0.01. ഇവിടെ കിട്ടിയാ നിങ്ങൾക്ക്? ഇവിടെ കിട്ടിയാ? ഒരു കണക്കും കൂടി ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇത് പെട്ടെന്ന് എഴുതിയിരുന്നു. ഹെഡിങ്ങാ എഴുതിക്കോ. കൺവേർഷൻ ഓഫ് ഡെസിമൽ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഇൻറ്റു ബൈനറി. എന്നിട്ട് ഈ കണക്ക് എഴുതിക്കുക. ഈ ഒരു ചോദ്യം നിങ്ങൾ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പുലികൾ ഞാൻ സമ്മതിച്ചു വിടാം. പെട്ടെന്ന് ചെയ്തേ.
സിമ്പിളല്ലേ? കിട്ടിയില്ലേ? ഇനി നമ്മൾ നേരെ തിരിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. എങ്ങനെ അറിയോ? അപ്പോൾ നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ എടുത്തിട്ട് ബൈനറിയിലേക്ക് മാറ്റാൻ പോവാണ് കേട്ടോ. നമ്മൾ ചെയ്യാൻ പോണത് ബൈനറി ഫ്രാക്ഷൻ എടുത്തിട്ട് അതിനെ ഡെസിമലിലേക്ക് ആക്കാൻ പോവാണ് കേട്ടോ. എഴുതിക്കുക. അപ്പോൾ കൺവേർഷൻ ഓഫ് ബൈനറി ഫ്രാക്ഷൻ ഇൻ ടു ഡെസിമൽ. ഇനി ഇവിടെ നോക്കാം എല്ലാവരും. ഇപ്പം ഇതിൻ്റെ ഉത്തരം നമുക്കറിയാം ഓൾറെഡി. എത്രയാണ്? 5.625 ആണ് ഉത്തരം. നമുക്ക് കിട്ടുമെന്ന് നോക്കാം. നമ്മൾ ഇത് ചെയ്ത് വരുമ്പോൾ അത് കിട്ടുമെന്ന് നോക്കാം. നമുക്ക് ഇതിനെ ഡെസിമലിലേക്ക് മാറ്റാനല്ലേ, ഞാൻ ഈ പറയണ പോലെ തന്നെ നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. ഡെസിമലിലേക്ക് മാറ്റാനല്ലേ. ഡെസിമലിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക? പെട്ടി വരക്കണം അല്ലേ? ഇത് പെട്ടി വരയ്ക്കാൻ പോകണ്ട. 1, 0, 1 പോയിന്റിന് ഒരു പെട്ടിയിലാക്കിയിട്ടാ. ആക്കി പെട്ടി വരച്ചിട്ട് തീറ്റ കൊടുക്കണം. തീറ്റ കൊടുത്തുട്ടാ. ഇവിടെ ഉള്ള ആൾക്കാർക്ക് തീറ്റ കൊടുക്കണം. നമ്മൾ തീറ്റ കൊടുക്കണം വേണ്ടേ? അവരെന്താ ജീവനക്കാർക്കല്ലേ? നോക്കിയോ, അവർക്ക് കൊടുക്കണ്ട. കൊടുത്തു. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. എവിടെ നിന്നാണ് നമ്പർ കൊടുക്കേണ്ടത്? ഇവിടെ നിന്ന് കൊടുക്കണോ അല്ലെങ്കിൽ ഇവിടെ നിന്ന് കൊടുക്കണോ എന്നുള്ളത് കൺഫ്യൂഷൻ വരും. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ ആവരുത്. ഇവിടെ നിന്നാണ് കൊടുക്കേണ്ടത് കേട്ടോ. നമ്മൾ ഇങ്ങനെയല്ല ചെയ്യാറ് അല്ലേ? ഇവിടെ നിന്നല്ല കൊടുക്കാറ്. പോയിന്റിനുള്ള നമ്പറിന് ഇപ്പുറം നമ്മൾ ചെയ്തിട്ടില്ല അല്ലേ? അപ്പോൾ ഇവിടെ 0 കിലോ കൊടുത്ത്, 1 കിലോ കൊടുത്ത്, 2 കിലോ കൊടുത്ത്. അപ്പം നമുക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെയുള്ള ആൾക്കാർക്ക് തീറ്റ കൊടുക്കണ്ടേ എന്ന കൺഫ്യൂഷൻ വരും. ഒന്ന് നോക്കോട്ടാ. -1, -2, -3. ഇങ്ങോട്ടുള്ളത് പ്ലസ് ആണെങ്കിൽ ഇങ്ങോട്ടുള്ളത് നമ്മൾ ചെറുതായിട്ട് ക്ലിക്കായില്ലേ? നോക്കിക്കോ. 1 × 2² പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0 പ്ലസ് 1 × 2⁻−1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3. ഇത് ഇത്തിരി പാടുപെടും. ഇത് ചെയ്യാൻ കിട്ടോ? 2⁻−1 എന്ന് പറഞ്ഞാൽ കിട്ടോ മക്കളെ? സിമ്പിളാണ്. 2⁻−1 എന്ന് പറഞ്ഞാൽ 1/2 എന്നാണ് അർത്ഥം. അതായത് ഈ 2ൻ്റെ പവർ എപ്പോഴും 1 അല്ലേ? ഏതൊരു സംഖ്യയുടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിൻ്റെ പവർ 1 ആണ്. അപ്പോൾ ഈ സാധനം ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലല്ല കിടക്കുന്നത്. ഇത് മോളിൽ കൊണ്ടുപോകുമ്പോൾ എന്താവും? ഇതിൻ്റെ സൈൻ ഓപ്പോസിറ്റ് ആവും. 2⁻−1 എന്നാവും. അതായത് 2⁻−1 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1/2 എന്നാണ്. അപ്പോൾ 2⁻2 -2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1/2² എന്നാണ്. 2⁻3 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 1/2³ എന്നാണ് അർത്ഥം. 1/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉത്തരം? 0.5. 1/2² 1/4 എന്ന് പറഞ്ഞാൽ എത്ര അർത്ഥം? 0.25. 1/8 എന്ന് പറഞ്ഞാൽ എത്ര അർത്ഥം? 25ൻ്റെ പകുതി 0.125. ഇതിൻ്റെയൊക്കെ പകുതി കൊണ്ടുവന്നാൽ മതി. ഇതിൻ്റെ പകുതിയല്ലേ ഇത്? ഇതിൻ്റെ പകുതിയല്ലേ ഇത്? ഇനി 1/2⁴ വന്നാൽ എന്താ? നമുക്ക് ഇതിൻ്റെ പകുതി കണ്ടാൽ മതി. പിടിയിട്ടാ വേണ്ട, ഇത്രയും പേര് ചെയ്താൽ മതി. ഇത് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കാൻ പറ്റാത്ത ആൾക്കാർ കാണാൻ പാഠം പഠിച്ചാൽ 2⁻−1 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 0.5. 2⁻2 എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം 0.25. ഇതോ? ഓക്കെ. അപ്പോൾ നോക്കിയാൽ 1 × 2² ഇതിന് എത്ര കിട്ടുക? 4 × 1 4 കിട്ടി. 0 അല്ലേ? 1 × 2⁻0 എത്ര കിട്ടുക? 1 കിട്ടി. അപ്പോൾ നോക്കിയാൽ പോയിന്റിന് ഇപ്പുറമുള്ളത് എത്ര കിട്ടി? നമുക്ക് 5 കിട്ടി കേട്ടോ. ഇനി ഇവിടെ നോക്കണ്ട നമുക്ക്. 1 × 2⁻−1 എന്ന് പറഞ്ഞാൽ 0. 2⁻−3 എന്ന് പറഞ്ഞാൽ 0.1 × 0.125. ഇത് കൂട്ടണ്ട നമുക്ക്.
കിട്ടിയ? ഇനി നിങ്ങൾ പല ആൾക്കാരും തെറ്റിക്കാൻ പോണത് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. നോക്കിക്കാം. ഇങ്ങനെ ചെയ്യും കുറേ എണ്ണം. എത്ര ചെയ്യരുതെന്ന് പറഞ്ഞാലോ അതേപോലെ ചെയ്യും. ഇങ്ങനെയാണോ കൂട്ടുക? ഇങ്ങനെയാണോ കൂട്ടുക? പോയിന്റുള്ള നമ്പറുകൾ, പോയിന്റിന് ശേഷമുള്ള നമ്പറുകളല്ലേ? പോയിന്റ് അല്ല ഒരേ വരിയിൽ വരേണ്ടത്. ഈ പോയിന്റ് ഒരേ വരിയിൽ വരണം. അപ്പോൾ 0.5 ഇവിടെ വരും. മനസ്സിലായ? ഇങ്ങനെ വേണം കൂട്ടാൻ ട്ടാ. ഇവിടെ കിട്ടിയത് നിങ്ങൾക്ക് നോക്കിയാൽ. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? 0.625 അല്ലേ? 5 ഇപ്പുറത്ത് കിട്ടിയിട്ടുണ്ട്, പോയിന്റിൻ്റെ അപ്പുറത്ത് ഒന്ന് കിട്ടിയിട്ടുണ്ട്. സിമ്പിളല്ലേ? കുറച്ച് സിമ്പിളല്ല, എന്നാലും സിമ്പിളാണ്. എഴുതിയെടുത്താൽ പെട്ടി വരയ്ക്കുക. പോയിന്റിന് ഇപ്പുറത്തുള്ളതൊക്കെ പോസിറ്റീവ് തീറ്റ കൊടുക്കുക, പോയിന്റിൻ്റെ അപ്പുറത്തേക്കുള്ളതൊക്കെ നെഗറ്റീവ് തീറ്റ കൊടുക്കുക. നോക്കിക്കട്ടാ. എത്ര നമ്മൾ ചോദ്യം? എത്ര ചോദ്യമില്ല? 101. ഓക്കെ. ഇതിന് നമുക്ക് എന്താക്കിയിട്ട് മാറ്റണം? ഡെസിമലാക്കിയിട്ട് മാറ്റണം. ഡെസിമലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് പെട്ടി വരക്കണം. 1.1.101. ഓക്കെ. 2 കിലോത്തിൻ്റെ പാത്രത്തിലാണ് ഇവർക്ക് എല്ലാവർക്കും തീറ്റ കൊടുക്കേണ്ടത്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഡെസിമൽ നമ്പർ, അതായത് പോയിന്റിന് ഇപ്പുറമുള്ള നമ്പറിന് പോസിറ്റീവ് തീറ്റ, പോയിന്റിന് ശേഷമുള്ള നമ്പറിന് നെഗറ്റീവ് തീറ്റ. നോക്കിക്കോട്ടാ. അപ്പോൾ നോക്കിയേ 0, 1, 2 ഇതുവരെ നമുക്ക് അറിയുന്നതാണ്. ഇനി നമ്മൾ പുതിയതായിട്ട് ചെയ്യാൻ പോണത് നെഗറ്റീവ് തീറ്റയുടെ കാര്യം ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചെയ്യാനറിയാം. 1 × 2² പ്ലസ് 0 × 2⁻1 പ്ലസ് 1 × 2⁻0. അത് അവിടെ എടുത്ത് വയ്ക്കുക. എന്നിട്ട് ഇപ്പുറം ചെയ്യാൻ പോവുക. 1 × 2⁻1 പ്ലസ് 0 × 2⁻2 പ്ലസ് 1 × 2⁻3. 2⁻1 എന്ന് പറഞ്ഞാൽ 0.5. 0 × എന്ത് വന്നാലും 0 പ്ലസ് 1 × 2⁻3 എന്ന് പറഞ്ഞാൽ 0.125. ഇതൊക്കെ കൂടി കൂട്ടണം. ഇതൊക്കെ കൂടി കൂട്ടുമ്പോൾ 0.625. ഇവിടെ 4, 0, 1. ഇവിടെ 5 കിട്ടി, ഇവിടെ 0.625 കിട്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം 5.625. ഓക്കെ, പെട്ടെന്ന് ഇരിക്കാം. അടുത്ത ചോദ്യം ഇരിക്കാം. 10.11 ബേസ് 2 ഈക്വൽ ടു ഡാഷ് ബേസ് 10. പെട്ടെന്ന് തന്നെ ചെയ്താ. 10.75 കിട്ടിയാ? എല്ലാവരും കിട്ടിയ ആൾക്കാരൊന്ന് കൈ വന്നിച്ചേ. നിങ്ങൾക്ക് കിട്ടിയില്ലടാ? കിട്ടിയില്ലേ? ഞാൻ വേണം പെട്ടെന്നൊന്നും ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഉത്തരം 10.75. അപ്പോൾ നമ്മുടെ ഉത്തരം എത്രയാണ്? 4.625 കിട്ടിയാ? 4.625. ഒരു സിമ്പിളല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇഷ്ടമായി തുടങ്ങിയില്ല? ഇങ്ങനത്തെ കണക്ക് ഇത്ര പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായി വന്നിപ്പിക്കും. കണക്കൊക്കെ കഴിഞ്ഞു പോയി. അപ്പോൾ ഇരിക്കാണ്ടല്ലോ, നമ്മൾ പുതിയ ഭാഗത്തേക്ക് കിടക്കാണ് കേട്ടോ. പിന്നെ കൂട്ടാനും കുറക്കാനറിയോ നിങ്ങൾക്ക്? സാധാരണ നമ്പറുകൾ ഇതൊന്ന് കുറച്ചേ, ഇന്ന് തരൂ.
ഇത് വാങ്ങത് നോക്കിയോ നമുക്ക് നോക്കാന്ന് ചെയ് പെട്ടെന്ന് ചെയ്. കടം മേടിച്ച് നിങ്ങളെ മൂടിപ്പിക്കും ഞാൻ. കടം മേടിച്ചേ കൂട്ടാൻ അറിയാല്ല, കുറയ്ക്കാൻ അറിയാത്തവർ ഇവിടെ നോക്കിട്ടാ. ഇവിടെ ഒന്നും ഉണ്ടായിരുന്ന കടം മേടിച്ചാണല്ലേ, കടം മേടിച്ച് ഇതൊക്കെ അടുപ്പിച്ചതല്ലേ. ശരിയാണോ? ആണോടാ? അല്ലേ? തെറ്റിയാ? പറ്റില്ലേ? കടം മേടിക്കാൻ ആരും കൊടുക്കണില്ല എന്ന് ഞാക്ക് പോയിരിക്കും. ഇതൊന്നും ചെയ്തെല്ലാരും നോക്കട്ടെ. നിങ്ങൾക്ക് എത്ര ആൾക്കാർ കടം മേടിക്കാൻ അറിയും നോക്കട്ടെ. ഇത് 10,000-ന്ന് 99 കുറച്ച നിങ്ങൾ. അതിന് നിങ്ങളെല്ലാവരും 2 ആശയം കൊണ്ടിരുത്തേണ്ടി വരുമോ? എൻ്റെ അമ്മോ, കണക്ക് ചെയ്യാൻ വേണ്ടി ചെറിയ ഇത്ര നേരം നോക്കടാ, ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് പഠിക്കാനുള്ളതല്ല, ഞാൻ വെറുതെ ഇട്ട കണക്കാണ് കേട്ടാ. പൂജ്യത്തിൽ 9 ഓർക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? നോർമലി കടം മേടിക്കുന്നു, ഇവിടെ നിന്ന് കടം മേടിക്കുന്നു, അപ്പുറത്തവൻ്റെ വീട്ടിൽ ചെന്നു, അവിടെ ആളെ കയ്യിലുണ്ടാവല്ലോ, ഒന്നുമില്ല. ഇയാളെന്ത് ചെയ്തു? ഇപ്പുറത്തവൻ വീട്ടിൽ ചെന്നു, ഇല്ല. ഇപ്പുറത്തെ അവിടെ ചെന്നു, അവിടെ നിന്നില്ല. ഇപ്പുറത്ത് നിന്നപ്പോൾ ആളെടുത്തുന്നുണ്ട്, ഇവിടെ കടം മേടിച്ചു. അപ്പോൾ ഇത് 10ആയി. ഇത് 10ആയപ്പോൾ ഇയാൾക്ക് ഇങ്ങോട്ട് ഒരെണ്ണം കൊടുക്കണ്ടേ? അപ്പോൾ ഇത് 10 മാറി ഇവിടെ 9ആയി, ഇവിടെ എത്രയായി? 10ആയി. അപ്പോൾ ഇയാൾ ഇങ്ങോരെന്നല്ലേ മേടിക്കുക? ഇങ്ങോരെന്ന് മേടിക്കുമ്പോൾ ഇവിടെ 9ആയി, ഇവിടെ 10ആയി. അപ്പോൾ ഇയാൾക്ക് വേണ്ടേ? ഇയാളുടെ നിന്ന് മേടിക്കും, 9ആയി, ഇവിടെ 10ആയി. 10-ന്ന് 9 കുറച്ച് എത്രയാ? 9-ന്ന് 9 കുറച്ച് എത്രയാ? കിട്ടിയാ? 9 വെറുതെ നോണ പറയുന്നതാണ്. ഇയാൾക്ക് 9,081 കിട്ടിയത്. വെറുതെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ എന്നൊക്കെ. അപ്പോളേ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്നറിയോ? ബൈനറി അഡീഷൻ എന്നാണ് കേട്ടോ. ഹെഡിങ് എഴുതിക്കാം. ബൈനറി അഡീഷൻ. നമ്മൾ ചെറുപ്പകാലം തൊട്ടേ നമ്മൾ പഠിക്കുന്ന ഒരു കാര്യമാണ്. അല്ല ചെറുപ്പമല്ല, നമുക്ക് ഇതുവരെ നമുക്ക് അറിയുന്ന കാര്യമാണ്. 1 3 കൂട്ടി എത്രയാണ്? 2. 0 1 കൂട്ടി എത്രയാണ്? 1 0 കൂട്ടി എത്രയാണ്? അപ്പോൾ അതൊക്കെ മറന്നേക്കിട്ടാ. ഇനി തൊട്ടിട്ട് 1 1 കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടേണ്ടത്? 2 അല്ല, 0 ആണ് കിട്ടേണ്ടത് കേട്ടാ. പറഞ്ഞുതരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആകെ കൺഫ്യൂഷൻ ആവും. നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ 3-ാം ക്ലാസ്സിലെ പിള്ളേരോട് പോയി പറഞ്ഞാൽ അവർ വല്ല ബാറ്റ് എടുത്ത് തലക്കടിക്കും. നോക്കിക്കോട്ടാ. 1 കൂടി കൂട്ടിയാൽ 0 ഉത്തരം. പക്ഷേ ക്യാരി 1 ഉണ്ടാവും. പറഞ്ഞു തരാം കേട്ടാ. നമുക്ക് ബൈനറി നമ്പറുകൾ നമുക്ക് ആഡ് ചെയ്യണം. 1000 എന്നുള്ള നമ്പറും 11 എന്നുള്ള നമ്പറും നമുക്ക് ആഡ് ചെയ്യണം കേട്ടാ. അപ്പോൾ അതിന് മുന്നേ ഒരു ടേബിൾ ഞാൻ വരച്ച് കാണിച്ചു തരാം. ഇതിൽ ഫസ്റ്റ് ഡിജിറ്റ്, സെക്കൻഡ് ഡിജിറ്റ്, ആൻസർ അല്ല ക്യാരി ഉണ്ടെങ്കിൽ അത് കേട്ടാ. 0 0 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 0. ക്യാരി ഒന്നുമില്ല. 1 0 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 1. ക്യാരി ഒന്നുമില്ല. 0 1 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 1. ക്യാരി ഒന്നുമില്ല.
പക്ഷേ ഒന്നും ഒന്നും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഉത്തരം 0 ക്യാരി 1. ഇതാണ് നമ്മുടെ കൂട്ടാനുള്ള സാമഗ്രികൾ. കാരണം ആകെ 2 നമ്പറല്ലേ ഉള്ളോ ബൈനറിയിൽ, 0 1 അല്ലേ. ഇതിന് അങ്ങോട്ട് ഇങ്ങോട്ട് കൂട്ടേണ്ടി വരും നമുക്ക്. അപ്പോൾ ആകെ ഇത്ര സംഭവങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരുള്ളൂ കേട്ടോ. നോക്കിക്കാം, 0 1 0 1 കൂടി എത്രയാണ്? 1. 0 1 1. 0 ഇറക്കി എടുത്ത് എഴുതുക, 1 ഇറക്കി എടുത്ത് എഴുതുക. ഇതാണ് നമ്മുടെ ഉത്തരം. ഇത് സിമ്പിളാണ് അല്ലേ. നോക്കിയേ, 1 1 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 0 ക്യാരി 1. 1 1 0 ക്യാരി 1. 1 1 0 ക്യാരി 1. 1 1 0 ഇവിടെ ക്യാരി 1 ഉണ്ടാവും. മനസ്സിലായോ നിങ്ങൾക്ക്? സിമ്പിൾ സാധനമാണ് കേട്ടോ. നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. സിമ്പിൾ, വെരി സിമ്പിൾ. 1 1 ഒരേ നിരയിൽ വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് ക്യാരി 1 അപ്പം തന്നെ എടുത്ത് എഴുതിക്കുക. കണ്ണം പൂട്ടിയെടുത്ത് എഴുതിക്കുക. 1 1 ഒരേ നിരയിൽ വന്നു കഴിഞ്ഞാൽ ഇടാ. അപ്പം ഇങ്ങനത്തെ കുറച്ച് കണക്കുകൾ തരട്ടെ, ചെയ്യോ? ആ സാധനം വരച്ചിട്ട് ഇങ്ങോട്ട് നോക്കടാ. നമ്മളെ ഇതൊക്കെ ചെയ്യാൻ സുഖമാണ് നമുക്ക്. നോക്കിയേ, 0 1 1 1 0 ക്യാരി 1. ഇത് കിട്ടിയാ? ഇത് നോക്കിയേ, 1 0 1 1 1. ഇത് കിട്ടിയാ? കിട്ടിയില്ലേ? ഇത് നോക്കിയേ, 1 1 0 ക്യാരി 1. 1 1 0 ക്യാരി 1 1 0 1 1. ഇത് കിട്ടിയില്ലേ? 1 0 1 1 1 0. ഇതും കിട്ടിയാ? ഇനിയാണ് ട്വിസ്റ്റ്. ആ നോയ്യ, ശ്രദ്ധിച്ച് കേട്ടതാ. 1 1 0 ക്യാരി 1. 1 1 0. അപ്പം തന്നെ ക്യാരി 1 ആയിട്ടാ. ആ 0യും 1ഉം 1 ട്ടാ. നോക്കിയേ, ഇനി ഈ 1ഉം ഈ 1ഉം 0. അപ്പം തന്നെ ക്യാരി 1. ആ 0യും 1ഉം 1. 1ഉം 1ഉം 0 ക്യാരി 1. ഇവിടെ കിട്ടിയാ? മനസ്സിലായോ ചെയ്തത്? ഇനി ഇതൊന്ന് നോക്കിയേ, ശ്രദ്ധിക്കട്ടാ. 1 1 0. അപ്പം തന്നെ ക്യാരി 1. ആ ക്യാരി 1ഉം 1ഉം 0. അപ്പം തന്നെ ക്യാരി ഇപ്പുറത്തുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് 0 അല്ലേ കിട്ടിയത്? ആ 0യും 1ഉം 1 0 ക്യാരി 1. നോക്കിയേ, ഈ സാധനം ചെയ്ത 2 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണേ കേട്ടോ. പരീക്ഷയ്ക്ക് എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് ഉണ്ടാവാറുള്ളതാണത്. ഇത് അയാൾ കുറച്ച് കണക്ക് തരാൻ പോവാണ് കേട്ടോ. കിട്ടോ, ധൈര്യമുള്ളൂ കേട്ടോ, ഇഷ്ടമുള്ളൂ കേട്ടോ. കുറേ 0 ഇട്ടിട്ട് എവിടെയെങ്കിലും പ്ലസ് ഇനി എന്തെങ്കിലും നമ്പർ എനിക്ക് ഇപ്പോഴത്തെ 1 കൂടി കേട്ടോ. ഓക്കെ, ഒരു 5-6 മണി മോശിക്കോ ഹോംവർക്ക്.
പൂജ്യത്തിനാണല്ലോ ഒന്നിനോട്. ടഫുള്ളതിനോട്ട് കൊടുത്തല്ലോ അവർക്ക്. ഇതൊക്കെ ഇയാളാണ് ഹോംവർക്ക് ആണെന്നല്ലോ കേട്ടാ, പെട്ടെന്ന് എഴുതുക. അപ്പോൾ ഇനി എല്ലാവരും ബുക്ക് കടച്ചു വെച്ചോ. ഇനി ഞാൻ പറയണ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ നോക്കട്ടാ. നമ്മുടെ കമ്പ്യൂട്ടർ 64 ബിറ്റാണോ 32 ബിറ്റാണെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ആരും ചോദിച്ചിട്ടില്ലേ? ശശിയായി പോയല്ല. അങ്ങനെ കേട്ടിട്ടുണ്ടാവും. ചില ഗെയിമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അവർ പറയും അത് 32 ബിറ്റല്ല, അത് പോരാ 64 ബിറ്റാണെന്നൊക്കെ പറയും. ചില ഗെയിമുകളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ചിലതിനങ്ങ് അധികം ഗ്രാഫിക്സ് ഒന്നും വേണ്ടാത്തതിന് ചിലപ്പോൾ 32 ഒക്കെ മതി. അപ്പോൾ എന്താണ് 64 ബിറ്റ് അല്ലെങ്കിൽ എന്താണ് 32 ബിറ്റ്, അതിനൊക്കെ പറ്റിയിട്ട് വല്ല ധാരണയുണ്ടാ? വെരി ഗുഡ്. അപ്പോൾ നമ്മൾ 64ലേക്കും പോണില്ല, 32ലേക്കും പോണില്ല, 16ലേക്കും പോണില്ല. നമ്മൾ പഠിക്കാൻ പോകുന്നത് 8 ബിറ്റാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ വരാവുന്ന ഒരു ചോദ്യമാണ് എന്താണ് ഒരു ബിറ്റ് എന്നുള്ളത്, അല്ലേ? ഇതാണ് ഒരു ബിറ്റ്. നമ്മൾ ഈ ഒരു അക്ഷരം ഒരു ഡിജിറ്റ് എഴുതിയേക്കണണ്ട, അതിനാണ് നമ്മൾ എന്ത് പറയുക? ഒരു ബിറ്റ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു, നേരത്തെ അല്ല കുറച്ച് ക്ലാസ് മുന്നേ ഞാൻ പറഞ്ഞു, കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ആകപ്പാടെയുള്ള ഒരേ ഒരു ഭാഷ എന്താണ്? അത് ബൈനറി ലാംഗ്വേജ് അല്ലേ? ബൈനറി എന്നുള്ളത് ഹൈ വോൾട്ടേജ്, ലോ വോൾട്ടേജ്, അങ്ങനെയുള്ള 0, 1 അങ്ങനെയുള്ളൊരു കണ്ടീഷൻ മാത്രമേ ആർക്കും മനസ്സിലാവുള്ളൂ, കമ്പ്യൂട്ടറിന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാൽക്കുലേറ്ററിലൊക്കെ അടിച്ച് കൊടുക്കണം കേട്ടോ. കമ്പ്യൂട്ടറിൽ നമ്മൾ കാൽക്കുലേറ്റർ കൊടുത്തിട്ട് 935×436 ഇങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ കമ്പ്യൂട്ടറിന് എന്താണ് 935 എന്നറിയില്ല, എന്താണ് 436 അറിയില്ല, കമ്പ്യൂട്ടറിന് അറിയില്ല. കമ്പ്യൂട്ടറിന് അറിയണത് എന്താ? ആകെ 1ഉം 0ഉം മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താക്കിയിട്ട് മാറ്റേണ്ട ആവശ്യമുണ്ട്? ഈ പറയുന്ന 1ഉം 0 എന്നും പറയുന്ന നമ്പറിലേക്ക് ആക്കിയിട്ട് മാറ്റുന്ന ആവശ്യമുണ്ട്. മനസ്സിലായോ പറഞ്ഞത്? എന്നാലേ കമ്പ്യൂട്ടർ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ ഉത്തരം തരും. ആ ഉത്തരത്തിനെ നമ്മൾക്ക് അറിയുന്ന ഭാഷയ്ക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ മലയാളി, ഇയാൾ കന്നഡ അല്ല ആന്ധ്രക്കാരെന്ന് വിചാരിച്ചാ. അപ്പോൾ എനിക്ക് എന്നിട്ട് ഇയാളുടെ അടുത്ത് എന്തെങ്കിലും സാധനം മേടിക്കണം. അപ്പോൾ അങ്ങോർക്ക് മലയാളം അറിയാം, കന്നഡയും അറിയാം. അപ്പോൾ ഞാൻ അയാളോട് ചെന്ന് പറയും എനിക്ക് ഇന്ന സാധനം വേണ്ട പറയും. അപ്പോൾ ആളോട് കന്നഡയിൽ പറയും. അപ്പോൾ ഇയാൾ പറയും പറ്റില്ല, എനിക്ക് ഇപ്പം ഇത്രയും പൈസ വേണം, അല്ലാണ്ട് എന്തില്ലെന്ന് പറയും. അപ്പോൾ അതല്ല കന്നഡയിലല്ല പറയുക, കന്നഡ പറഞ്ഞെങ്കിൽ മനസ്സിലാവുമോ? അയാളോട് പറയും, അയാൾ എനിക്ക് മാറ്റി തരും. പിടിയിട്ടിയാ? മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെയും യൂസറിൻ്റെയും ഇടയിൽ ആ ഒരു ഇൻ്റർമീഡിയറ്റ് വേണം. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? എന്തെങ്കിലും ഒരു വിവരം. ഇപ്പോൾ നമ്മുടെ 25 എന്നുള്ളത് ഒരാളുടെ വയസ്സ്, അല്ലെങ്കിൽ ഒരാളുടെ പേര് എന്നുള്ള കുറച്ച് ക്യാരക്ടർ. നിൻ്റെ പേരെന്താ? ശിവപ്രസാദ്. കുറേ അക്ഷരം ഉണ്ടല്ലോ. നിൻ്റെ പേരെന്താണ്? ചെറിയ അക്ഷരം അജു, അത് മതി. 3 അക്ഷരമേ ഉള്ളൂ. അപ്പോൾ അതിനെന്താക്കിയിട്ട് മാറ്റണം? നമുക്ക് 1ഉം 0 അങ്ങനെയുള്ള നമ്പറുകളാക്കിയിട്ട് മാറ്റണം. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ നടക്കുക എന്നാണ് നമ്മൾ ഇനിയുള്ള ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ടൈപ്പ് ഡാറ്റകളുണ്ട് നമുക്ക്, അല്ലേ? നമ്പറുള്ള ഡാറ്റകളുണ്ട്, ശരിയല്ലേ പറഞ്ഞത്? എൻ്റെ വയസ്സ് ചോദിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറയും 25 അല്ലെങ്കിൽ 18 അല്ലെങ്കിൽ 16 നമ്മൾ പറയും. അതൊരു ഇൻറ്റിജർ ടൈപ്പ് ഡാറ്റയാണ്. പേര് ചോദിക്കുന്നു, അതൊരു ലെറ്ററുകൾ കൂട്ടി വെച്ചിട്ടുള്ള ഒരു സ്ട്രിങ് ടൈപ്പ് ഡാറ്റയാണ്, ക്യാരക്ടർ ടൈപ്പ് ഡാറ്റയാണ്. പിന്നെ ഇത് പ്ലസ് ആഡ് ചെയ്യാന്നുള്ളത് അതൊരു ക്യാരക്ടർ അല്ലേ? അല്ലേ? സിമ്പിളാണത്. അതിനെ നമുക്ക് പ്ലസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിന് മനസ്സിലാവണം. അപ്പോൾ അത് മാറ്റേണ്ടത്. പിന്നെ പോയിൻ്റുള്ള നമ്പറുകൾ മാറ്റാൻ, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഡാറ്റ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് ഡാറ്റകൾ കമ്പ്യൂട്ടർ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്, നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വിവരം എങ്ങനെയാണ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്നത്.
അപ്പോൾ നമ്മൾ അപ്പോൾ ഇത് വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. എല്ലാ കൊല്ലവും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റ. ഇതിൻ്റെ ചോട്ടിൽ 3 ആൾക്കാരെ നമുക്ക് പഠിക്കാനുണ്ട്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഡാറ്റയുടെ ചോട്ടിൽ നമുക്ക് എന്ത് പഠിക്കാനുണ്ട്? 3 ആൾക്കാർ പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ആളാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റിജർ നമ്പേഴ്സ്. ഇൻറ്റിജർ നമ്പറിനെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൽ റെപ്രസെൻറ്റ് ചെയ്യാറ്. രണ്ടാമത്തെ ആളാണ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഫ്രാക്ഷണൽ പോയിന്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ്. പോയിന്റ് ഉള്ള നമ്പറുകളെ എങ്ങനെയാണ് കമ്പ്യൂട്ടറിൻ്റെ മെമ്മറിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക. ലാസ്റ്റായിട്ട് പഠിക്കാൻ പോകുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. ക്യാരക്ടറുകൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് പഠിക്കും. ഈ 3 ആൾക്കാരും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഒരു 3 മാർക്ക് എന്തായാലും പരീക്ഷയ്ക്ക് കിട്ടും. അതിൽ ഒന്നാമത്തെ ആൾക്കാരെ പറയില്ല. എന്താ ഒന്നാമത്തെ ആൾക്കാരെ പേര്? റെപ്രസെൻറ്റേഷൻ ഓഫ് ഇൻറ്റിജേഴ്സ്. ഇതിൽ ഒരു 3 ടൈപ്പ് ആൾക്കാരെ നമുക്കൊരു 3 ടൈപ്പ് കണക്കുകൾ ചെയ്യാനുണ്ട്. അതെന്തായാലും പരീക്ഷയ്ക്ക് ചോദിക്കും കേട്ടോ. അപ്പോൾ ഈ 3 ആൾക്കാരെ പഠിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്കൊരു 3 മാർക്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് കിട്ടും. അപ്പോൾ ഈ ഒന്നാമത്തെ പാഠത്തിന് എത്ര മാർക്കായി? കുറേ മാർക്കായി. നമ്മൾ ഈ ബൈനറി അഡീഷനൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് കിട്ടി. ഈ ഈ റെപ്രസെൻറ്റേഷൻ പഠിച്ച ഒരു 3 മാർക്ക് കിട്ടി. 5 മാർക്ക് അപ്പോൾ തന്നെ കിട്ടിയ. സിമ്പിളായിട്ട് നമുക്കത് മേടിക്കണം കേട്ടോ. ഓക്കെ, ഇനി ക്ലാസ് എത്ര മതി. ഇനി നമ്മളിപ്പോൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫ്രാക്ഷണലുള്ള നമ്പേഴ്സിനെ നമ്മൾ മാറ്റാൻ പഠിച്ചു. ഡെസിമലിലേക്കും ബൈനറിയിലേക്കും മാറ്റാൻ പഠിച്ചു. അതുകൂടാതെ നമ്മൾ എന്താ പഠിച്ചു? പിന്നെ ബൈനറി അഡീഷൻ പഠിച്ചു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. കൂടുതൽ കണക്കുകൾ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ശരി.